ഹലോ നമസ്കാരം. ഫേസസ് ക്വസ്റ്റ്യൻ വിത്ത് മീ. ഞാൻ രേഖ. ഇന്നത്തെ എൻ്റെ പരിപാടി ഞാൻ ഇരിക്കുന്നൊരു വീട്ടിലാണ്. ഈ വീട് ചങ്ങനാശ്ശേരിയിലുള്ള സാക്ഷാൽ ശ്രീ ജോണി ആൻ്റണിയുടെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. സന്തോഷമായി. നമ്മൾ ലാസ്റ്റ് ചെന്നൈയിൽ വെച്ചാൽ കണ്ടത്. അപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അന്ന് നമ്മൾ അനുരാഗം എന്നുള്ള സിനിമയുടെ പ്രൊമോഷൻ ഒരു 12 പേരുടെ കൂടെ ഞാനിരിക്കുമ്പോൾ ചേട്ടനോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാം, പക്ഷെ വീട് വച്ച ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. വീട് വെച്ചിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തിനായിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ചോദിക്കും ആയോ എന്ന്. ഇന്നാണ് ആ സമയം. താങ്ക് യു സോ മച്ച് എന്നെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തതിന്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ തന്നെ തുടങ്ങാം. നേരത്തെ എവിടെയായിരുന്നു ഈ വീട് വെക്കാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? നേരത്തെ ഞാൻ മാമൂട് എൻ്റെ വീടിന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു എൻ്റെ കുടുംബം. അത് നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ ഡയറക്ഷനൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. കുറച്ച് ലോണ് കുടിശ്ശികയൊക്കെ വന്നു. അങ്ങനെ അത് കൊടുക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഈ സ്ഥലം ഉണ്ടായിരുന്നു 8 സെൻറ്റ്. ഞാൻ ഇവിടെ 8 സെൻറ്റ്, ഇത് തന്നെ 8 സെൻറ്റ് സ്ഥലമാണ്. ഇത് ഞാൻ മേടിച്ചിട്ടിരുന്നു. പിന്നെ അത് കൊടുക്കുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ആൾക്കാരൊക്കെ ചോദ്യം പറിച്ചിലും എന്താ കൊടുക്കുന്നത്, റൈറ്റാണോ കുഴപ്പമായോ, അത് നമ്മുടെ പ്രശ്നം നമുക്കേ അറിയുള്ളൂ. പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ പക്ഷേ ഞാനത് കൊടുത്തു. കാരണം കൊടുത്താലേ നമുക്ക് അഭിമാനം കാക്കണമല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ വൈഫ് ഹൗസ് ആണ് തൊട്ടടുത്ത. വൈഫ് ഹൗസിൻ്റെ അടുത്താണ് ഈ സ്ഥലം. ഞാനുള്ളപ്പോൾ മാത്രമേ അവിടെ താമസമുള്ളായിരുന്നു. അല്ലെങ്കിൽ വൈഫൊക്കെ ഇവിടെ വാടകയ്ക്കായിരുന്നു താമസമുണ്ട്. അങ്ങനെ ഇവിടെ ഇത് പണിത് അപ്പോഴേക്കാണ് അഭിനയത്തിലേക്ക് കിടക്കുന്നത്. അഭിനയത്തിലേക്ക് കിടന്ന് അത്യാവശ്യം പൈസയൊക്കെ വരാൻ തുടങ്ങി. കടങ്ങളൊക്കെ ഒരുവിധം വീടി, എന്നാൽ ഇനിയും വീട് വെക്കാം എന്നുള്ള രീതിയിലാണ് വീട് പണി തുടങ്ങുന്നു. വീട് പണി ഏറെക്കുറെ 20 മാസം കൊണ്ട് ഈ വീട് പൂർത്തിയായി. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, അതിലപ്പുറമായിട്ട് ദൈവം തന്നു. അസല വീടാത്. ഞാനിപ്പോ ചുറ്റി കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മനസ്സിനൊത്തൊരു വീട് ദൈവം തന്നൊരു വീടാണ്. എനിക്ക് മറ്റേ നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ഭയങ്കര പലരുടെ മുന്നേ നമുക്കൊരു ഒരു തോന്നലാണ്. നമുക്കൊരു നാണം, ഒരു അപകർഷതാ ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമുക്ക് ആ ഒരു തരിനൊക്കെ താണ്ടാനുള്ളൊരു അവസരം ദൈവം തരും. അത് നമ്മൾ ഉപയോഗിക്കുക, അതിന് നന്ദിയുള്ളവരായിരിക്കുക. സത്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ വീട് വെക്കുമ്പോൾ ചില മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇന്നത് വേണം. അപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ നല്ലൊരു യേശുക്രിസ്തുവിൻ്റെ പടവും അതും ഇവിടെയാണോ, ഈ റൂമിൽ തന്നെയാണോ പ്രാർത്ഥന? ഭയങ്കര രസമാണ്. അത് ഭയങ്കര പോസിറ്റീവായിരുന്നു കയറി വന്നപ്പോൾ. ഇത് ഭയങ്കര ഇഷ്ടമായൊരു ഫോട്ടോ ആണ് എനിക്കിത്. ഈ കർത്താവിൻ്റെ പടം ഞാൻ റെഫറൻസ് ഒരു പടം കിട്ടിയ ഒരു പെയിൻറ്റർക്ക് വരയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വരച്ചു കൊണ്ടുവന്നപ്പോൾ കർത്താവ് ഒരു ചിരിക്കാത്ത മുഖമായിരുന്നു. കാരണം ക്രൈസ്റ്റിന് അങ്ങനെ ചിരിച്ച മുഖം കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ കർത്താവ് ഇച്ചിരി ചിരിക്കട്ടെ, ഒരു ചെറിയ പുഞ്ചിരി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അയാളത് പുഞ്ചിരി ആക്കി. എന്നാലും ഞാൻ പുഞ്ചരിച്ചില്ലേലും കർത്താവ് തന്നെ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു ചെറിയ ചിരി നമ്മളോട് പറയുമ്പോൾ കർത്താവ് ഹാപ്പിയല്ലേ, അല്ലെ, സന്തോഷം തോന്നും. എങ്ങനെയാ പ്രാർത്ഥന? ഞാൻ എപ്പോഴും 3 സങ്കീർത്തനം എപ്പോഴും ചെല്ലാറുണ്ട് എവിടെയും പോകുമ്പോൾ. അത് മുടങ്ങാറില്ല. 23, 91, 121. ഓക്കെ. അങ്ങനെ അത് നോയമ്പെടുക്കും. ചിലപ്പോൾ പൊട്ടിപ്പോകാറുമുണ്ട്. ഇത് നല്ല അസലതാണ്. ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്കൊരു അച്ഛൻ കൊണ്ടു തന്ന, ഒരു 100-400 വർഷം മുമ്പ് സ്പെയിനിൽ നിന്ന് കൊണ്ടു തന്ന, 500 വർഷം പഴക്കമുള്ള ഒരു രൂപ. ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഇങ്ങോട്ട് കയറി വന്ന് എന്താ ചെയ്യുക? ഷൈനീന്ന് വിളിക്കുകയാണോ ചെയ്യുക? ഞാൻ ഡോറ് തുറക്കും. ഷൈനീന്ന് വിളിക്കാറുണ്ട്. ഡോറ് തുറക്കും. പിന്നെ നേരെ കർത്താവിനെ നോക്കും, ഒന്ന് ഇങ്ങനെ വെക്കും. അങ്ങനെ പോകാൻ നേരത്തും അങ്ങനെ തന്നെ. പിന്നെ അപ്പനും അമ്മയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അവരെ നോക്കും. അങ്ങനെ ഈ വീട് വെക്കുമ്പോൾ ചില നമ്മൾ കൊച്ചുകുട്ടികാലത്ത് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ വിവരമൊക്കെ വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവണം എന്നുണ്ടാവണം. അങ്ങനെ ഈ വീട്ടിൽ അങ്ങനെ പ്രത്യേകമായി താങ്കൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഫിലിം മേക്കറായിരുന്നു. ഒരുപാട് നമ്മൾ വളരെ സാധാരണ രീതിയിലുള്ള വീട്ടിലാണ് ജനിച്ചതെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ വലിയ വലിയ വീടുകളും, അതായത് ഒരുപാട് പൈസ ചിലവാക്കി എന്നുള്ളതല്ല, വളരെ ബുദ്ധിപരമായിട്ട് നല്ല സൗകര്യപ്രദമായിട്ട്, എന്നാൽ ഭയങ്കരമായിട്ട് ഒട്ടും ഓവറാകാതെ ഭയങ്കര രസകരമായിട്ട് സെറ്റിലായിട്ട് വെക്കുന്ന പല വീടുകൾ നമ്മൾ വാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഈ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ മാനിക്കുന്ന ഒരു എന്നാ പറയണ്ട ഒരു ഉടമ്പരാൻ, അതെന്നെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. കാരണം അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയും, ഇപ്പം ഇതിനുമുള്ള കാര്യം പറയാമല്ലോ, ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. അപ്പം ഇതൊക്കെ അങ്ങ് പോയാൽ ഞാൻ ആഗ്രഹിച്ച രീതി തന്നെ. എനിക്ക് ഇതിനകത്ത് കൂടുതലും വേണ്ട, ഇതിൽ കുറവും വേണ്ട. ചിലർ വന്ന് പറയാറുണ്ട് ഇച്ചിരി കൂടിപ്പോയോന്ന് ചോദിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട് അങ്ങനല്ല, അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഇവിടെ സുരേഷ് ഏട്ടൻ വന്നു, ഇപ്പോൾ സുരേഷ് ഗോപി വന്നു. പുള്ളി ഒരു ദിവസം ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു. പുള്ളിയുടെ മേക്കപ്പ് മാൻ
സനോജ് സെക്രട്ടറി PA കഴിഞ്ഞ് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. മോളോട് പറഞ്ഞു ആ റൂം പുള്ളി എടുക്കുക എന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂർ എടുത്ത മാതിരി ഈ റൂം പുള്ളി എടുത്തു. പുള്ളി ഒരു കാര്യം മേക്കപ്പ് എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ചെന്നിട്ട് താമസിക്കുന്നില്ല പുള്ളി കുറ്റം പറയാത്തത്. അല്ലെങ്കിൽ പറയും ഈ പൂജാമുറി ഇവിടെ നിന്ന് മാറ്റണം. കുറ്റം പറയുന്നതല്ല, പുള്ളി നന്മയ്ക്ക് വേണ്ടി പറയുന്ന, പുള്ളിയുടെ അറിവുകൾ പറയുന്ന. അതായത് നമുക്ക് അതുകൊണ്ട് ദോഷം പറയരുതെന്നോർത്ത് പറയുന്ന. പക്ഷെ ഒന്നും പറഞ്ഞില്ല. നന്നായിരിക്കുന്നു വീട്. പുള്ളി വെള്ളായണി സ്ഥലം മേടിച്ചിട്ടുണ്ട്, അവിടെ വെക്കുമ്പോൾ തന്നെ ഞാൻ വിളിക്കും. അതൊന്നും അതാണ് പറഞ്ഞോ. പക്ഷെ എനിക്കത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതെ, വീട്ടിൽ എനിക്ക് തോന്നിയ സമയം സിമെട്രി ഉണ്ട് ധാരാളം. വളരെ സിമെട്രിക്കൽ എനിക്ക് തോന്നി. ഭയങ്കര രസമായിരുന്നു. അതൊരു മേ ബി ചേട്ടൻ്റെ ഒരു ജീവിതത്തിന്റെ ചിട്ട ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ ചിട്ടയുടെ അല്ല, എൻ്റെ വൈഫിൻ്റെ ഗുണമാണ് അത്. കാരണം ഈ പറഞ്ഞ ഈ വീടിൻ്റെ ഈ പറഞ്ഞ പോലെ എന്നും വീട് വെക്കാൻ തുടങ്ങിയാൽ ഇന്ന് നമ്മൾ അവിടുത്തെ വീട് കൊടുത്തു അന്ന് മുതൽ അവൾ യൂട്യൂബ് നോക്കി ഈ വീടെന്ന് പറഞ്ഞ ഈ പ്രസിദ്ധീകരണങ്ങൾ മേടിച്ചും ഒക്കെ സ്വപ്നം കാണുക. എങ്ങനെ പണിയാം, അങ്ങനെ പണിയണം, ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ കോൺട്രാക്ടർ വരെ അന്തിച്ചു പോയി, ഇങ്ങനെ അറിവുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ എല്ലാ കാര്യം പിന്നെ ആ പുള്ളിക്കും അറിവില്ലാത്ത കാര്യങ്ങൾ ഇവളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനത്തെ ചില സാധനം പുതുതായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അത് വേണ്ട, ഇത് വെച്ച് അത് പണിയാവുന്നേ ഉള്ളൂ. അതെ, അങ്ങനെ പല കാര്യങ്ങളും. അതെ, എൻ്റെയൊക്കെ വീട്ടിലൊരു വെള്ള സോഫ അല്ലെങ്കിൽ ഒരു എൻ്റെ ചളിയായ നല്ലോണം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ഇത് ധൈര്യമായിട്ട് അത് വെച്ചിട്ടുണ്ട്, വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതെ 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 അതെ. 2003 CID മൂസ വരുന്നത്. ഏകദേശം 10ഓളം സിനിമകൾ ചെയ്തു. അപ്പൊ എന്നാണ് ജോണി ആന്റണിക്ക് അഭിനയിക്കാം എന്നുള്ളൊരു ഫീലിംഗ്? കാരണം ഒരുപാട് നടന്മാർക്ക് നടനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആസ് പാർട്ട് ഓഫ് ഡയറക്ടർ. പക്ഷെ അഭിനയിക്കണം എന്ന് തോന്നുമ്പോൾ ആ ഒരു ത്വര ഉണ്ടായിരുന്നുണ്ടല്ലോ, അത് എങ്ങനെ വന്നു? എപ്പോഴും തോന്നിയിരുന്നു കണ്ണട മുമ്പിൽ പോയി എനിക്കൊന്ന് അഭിനയിക്കണം എന്ന്? അതെ, അഭിനയിക്കണം. ഞാൻ കുഞ്ഞുനാളിലൊക്കെ നമുക്ക് അഭിനയിക്കണം തന്നെയായിരിക്കും ആഗ്രഹം. അല്ലാതെ സ്റ്റേജിലൊക്കെ സ്റ്റേജിൽ ഞാൻ ഒരുപാട് നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും കുട്ടിക്കാലത്ത് നമുക്ക് ഏത് മനുഷ്യനും അഭിനയിക്കണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹം. ഇപ്പം നസീർ സാറിൻ്റെ സിനിമകൾ അന്ന് കാണുമ്പോൾ നമുക്ക് ജയനൊക്കെ ആകണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളൊട്ടും ക്യൂട്ടല്ല, നമ്മൾ പോരാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിവുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായി സംവിധാനത്തിലേക്ക് കടന്നു. എൻ്റെ ഒരാഗ്രഹം മനസ്സിലാക്കി എന്നെ ജോക്കുട്ടൻ എന്നൊരു നാട്ടുകാരൻ എന്നെ കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ കണ്ടെത്തലാണ് നീ സംവിധാനം ചെയ്യണം. പുള്ളിയുടെ സംവിധാനം എന്നുള്ള ഇതിൽ എന്നെ കണ്ടെത്തിയത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ പിന്നെ ഈ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ ഈ അഭിനയിക്കുന്ന നടന്മാരെ. ആവശ്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അറിയാതെ മമ്മൂക്ക വരെ കാണിച്ചു കൊടുത്തല്ലോ. നമുക്ക് അവിടെ ചിരിക്കാറുണ്ട്. പിന്നീട് ഞാൻ ജോപ്പൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്ററാണ് നിഷാദ് കോയ. ഞാൻ ഈ അഭിനയിച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് നിഷാദ് പറയും, ജോൺ ചേട്ടൻ അഭിനയിക്കുക ചേട്ടാ, ചേട്ടൻ അഭിനയിക്കാൻ പറ്റും ചേട്ടാ. ഞാൻ പറയും പോടുന്നു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നിഷാദ് ഒരു പടം ചെയ്തു, ശിക്കാരി ശംഭു. അതിൻ്റെ ഒരു കാര്യം, അതിൻ്റെ നിർമ്മാതാവ് ലോറൻസ് എൻ്റെ സുഹൃത്തായിരുന്നു. സംവിധായകൻ സുഗീത്, ശിക്കാരി ശംഭു. അപ്പോൾ അതിലൊരു അച്ഛൻ്റെ വേഷമുണ്ട്, 2 ദിവസമുള്ളെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് അഭിനയിക്കാൻ പോകും. എന്നാലും അതിന് മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ പറക്കുന്നില്ല അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അത് അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ ആരെയും കിട്ടാതെ വരുമ്പോൾ അവശ്യ സർവീസ് എന്നുള്ള രീതിയിൽ ഫോൺ ബൂത്തിൽ ബാക്കിൽ ചെയ്യുന്ന, അല്ലാതെ ഒരിക്കലും ഒരു പ്രൊഫഷണലി ഞാൻ ആദ്യം അഭിനയിക്കാൻ വന്ന് ശിക്കാരി ശംഭു. അപ്പോൾ അച്ഛനായിട്ട് അഭിനയിച്ച് അത് തിരക്കേട്ടില്ല പറഞ്ഞു. അതിനുശേഷമാണ് രഞ്ജിത്തേട്ടനാണ് ശരിക്കും എനിക്കൊരു ബ്രേക്ക് എൻ്റെ ജീവിതത്തിൽ. കോഴിക്കോട് രഞ്ജിത്തേട്ടനാണ് എന്നോട് പറഞ്ഞത്. ഒരു ദിവസം എന്നോട് പറയുന്നു, ഒരു യാത്രയിൽ എന്നോട് പറഞ്ഞു, എന്നെ നമ്മളൊരു മരണ വീട്ടിൽ നിന്ന് വിളിച്ചു വരുന്ന വഴി ഞാൻ ലണ്ടനിൽ വെച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്, ഡ്രാമ. അതിലൊരു മരുമോഹനായിട്ട് ഒരു വേഷമുണ്ട്, ജോണിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിക്കാം. ഞാൻ വരാൻ ചേട്ടാ. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് എന്നാ പറയണ്ടേ, ഈ സിനിമയുടെ കണ്ടുപിടുത്തം ജോണി ആൻ്റണി എന്ന് പറയുന്ന സംവിധായകനിൽ നിന്ന് നടനിലേക്കുള്ള പരകായ പ്രവേശമാണ്. ഇനി ജോണി ഒരിക്കലും സംവിധാനം ചെയ്യേണ്ടി വരില്ല. ഇത് പുള്ളി എന്നോട് പറയല്ല, പുള്ളി അവിടെ ഇരിക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുക പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അമ്മൂക്ക പറയുന്നു, ദിലീപ് പറഞ്ഞു, ജോണി ഭയങ്കര അഭിപ്രായമുള്ള രഞ്ജി പറയുന്നത്, നീ കലക്കുക എന്നാണല്ലോ. കേട്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ അഭിനയിക്കാൻ കാണുമ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഡ്രാമയിൽ നിന്ന് പിന്നെ നമുക്ക് ജോസഫായും ഒരുപാട് തട്ടുപുറത്ത് അച്യുതനായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തട്ടുപുറത്ത് അച്യുതൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അനൂപ് സത്യൻ. അനൂപാണ് വലിയൊരു ഹിറ്റിലേക്ക് എന്നെ എത്തിച്ചത്. ആ സൈക്കാട്രിസ്റ്റിന്റെ റോളും സുരേഷ് ചേട്ടൻ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കോമ്പിനേഷൻ. സുരേഷ് ഗോപി എന്ന ആള് ഇത്രയും, അതിനുശേഷം പുറത്തേക്കൊരു നടപ്പുണ്ട്, ശോഭന കാണാതെ പുറത്ത്. നിങ്ങൾ അത് ശരിക്കും ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ തൂക്കി. സുരേഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗിയായിട്ട്, സുരേഷ് ചേട്ടൻ അല്ലാതെ ആ റോളിന് വേറൊരാളില്ല.
എന്ത് നിഷ്കളങ്കതയാ. സ്വന്തം സോൾജിയറാ, മേജറാ. പക്ഷേ അതിൻ്റെ ഒരു പുള്ളിയുടെ പിന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും അതൊക്കെ പറയും. എന്തൊരു എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാ. ശരിക്കും അന്വേഷണത്തിനാണ് ഒരു അങ്ങനത്തെ ഒരു ബ്രേക്ക് എനിക്ക് അനുഭവിൽ നിന്ന് കിട്ടി. പിന്നെ ഹോം വന്നു, ഹൃദയം വന്നു, ജോആൻജോ വന്നു, ഒരുപാട് പടം. പിന്നെ പാൽത്തു ജാനൂർ വന്നു, ഖാലിദ് റഹ്മാന്റെ തന്നെ ലവ് വന്നു, അതുപോലെ തന്നെ തല്ലുമാല വന്നു. അങ്ങനെ ഒരുപാട് പടങ്ങൾ. പിന്നെ ഒരു അപ്പൻ പരിപാടികൾ, അപ്പൻ പരമ്പരകളായിരുന്നു. പക്ഷേ ഈ കുറേ അപ്പൻ പരമ്പര ചെയ്യുമ്പോൾ കുറച്ച് ഇനി മാറി പിടിക്കാൻ തോന്നിയിട്ടില്ലേ? അത് എന്നെ ആരെങ്കിലും മോനാക്കണ്ടേ? നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുകൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് മോനാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പടത്തിൽ കുട്ടേട്ടൻ്റെ മോനായിട്ട് അഭിനയിച്ചാൽ കുട്ടേട്ടൻ എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട്. പക്ഷെ കണ്ട തോന്നില്ല കുട്ടപ്പൻ അല്ല അതുകൊണ്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതെ അതെ. അപ്പോൾ അതെ കുട്ടേന്റെ മോനാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു? മൂപ്പര് പിന്നെ വയസ്സായിട്ട് അഭിനയിക്കാൻ കുട്ടപ്പനാ അല്ലേ? എല്ലാത്തിലും പൂക്കാലം അല്ലെങ്കിൽ കിഷ്കിന്ത കാട്ടത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും നിങ്ങളുടെ എല്ലാ സ്റ്റേജ്. സന്തോഷം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു സീനിയർ ആക്ടർ ആ സെറ്റിലുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വലുതാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് കണ്ടിട്ടുള്ളവരായിരിക്കാം, അല്ല അതിനു മുമ്പ് അവരുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം മുകേഷ് ചേട്ടനുണ്ട്, അല്ലെ കുട്ടേട്ടനുണ്ട്, അല്ലെ പിന്നെ ഇപ്പം മമ്മൂക്ക ഉണ്ടല്ലോ. മമ്മൂക്കലായിട്ടൊക്കെ പിന്നെ ആ ഒരു പഴയ പറഞ്ഞ കുറച്ചുകൂടെ സഹ നടന്മാരെ കേട്ടതിൽ ഇപ്പം സിദ്ദിഖ് ചേട്ടനായാലും മറ്റേ കുട്ടേട്ടൻ, മുകേഷ് ചേട്ടൻ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. ജഗദീഷ് ചേട്ടൻ. അപ്പൊ ഞാൻ ഇവിടെ കുറെ പേര് മിസ്സായിട്ടുണ്ട്. ഞാൻ നടന്നതിന് ശേഷം ഇന്നസെന്റ് ചേട്ടനായിട്ട് കുറച്ച് ഇന്നസെന്റ് ചേട്ടൻ, അമ്പിളിച്ചേട്ടൻ, അങ്ങനെ കുറെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ട്. അതെ, അമ്പിളിച്ചേട്ടൻ എന്ന് പറയുമ്പോഴാണ് ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. അപ്പോൾ താങ്കൾ ഒരുപാട് കോമഡി റൈറ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു എവിടെയോ. അപ്പോൾ അന്ന് എഴുതുന്ന കോമഡി റൈറ്റിംഗ് അത് സിറ്റുവേഷണൽ കോമഡി ആയിട്ട് എഴുതുമ്പോൾ അത് ഇപ്പം നോക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് പണ്ടത്തെ ചിലവർ പറയും പണ്ടത്തെ എത്ര പഴുതാലും ഇപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ അവർ നമ്മളെ എങ്ങനെ ഇതിനൊക്കെ ചിരിച്ചിരുന്നതെന്ന് നോക്കും. താങ്കൾക്ക് അതിന് വ്യത്യാസം കാണുന്നുണ്ടോ? എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് ഇപ്പോഴത്തെ കോമഡികൾ പലതും കാണുമ്പോൾ ഇപ്പം പിന്നെ നമുക്ക് ഞാനൊരു പ്രാവശ്യം നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ഞങ്ങൾ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പറയും, ഇപ്പോഴത്തെ തമാശകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ അമിതമായി ചിരിക്കാൻ തോന്നാറില്ല. അപ്പോൾ സിദ്ദിഖ് ചേട്ടൻ പറഞ്ഞ കാര്യം അത് നമ്മുടെ കുഴപ്പം. കാരണം നമ്മൾ മാക്സിമം കണ്ടു കഴിഞ്ഞു. അതായത് സത്യനിധിക്കാട് ശ്രീനിവാസൻ, പ്രിയദർശൻ, മോഹൻലാലേട്ടൻ, അതുപോലെ തന്നെ മറ്റേ റാബി മക്കാട്ടൻ, സിദ്ദിഖ് ലാല്, ഈ പ്രതിഭകൾക്ക് അപ്പുറമായിട്ടുള്ളൊരു തമാശയൊന്നും ഇവിടെ വന്നിട്ടില്ല, ഇനി വരികയില്ല. ഒരാൾ പുറപ്പെട്ടോന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മലയാളി പറയാം അരമണിക്കൂർ മുമ്പേ പുറപ്പെടാം. എന്താ നിന്റെ പ്രശ്നം? ഞാൻ ബാലകൃഷ്ണൻ, അതാ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത് നമുക്കൊരിക്കലും പിന്നെ പഞ്ചാബി ഹൗസിലെ സംസാരിക്കുമ്പോൾ അവൻ സംസാരിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. ഏതാ ഊമയെ എന്നൊക്കെ പറഞ്ഞാൽ അത് അവരെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാനടക്കം അതിനുശേഷം വന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ സിനിമകൾ കണ്ട ആളുകൾ ചിരിക്കുന്ന സന്തോഷം. പക്ഷെ അവർക്ക് മേളിൽ ചിരിപ്പിച്ചെന്നൊന്നും ഒരു കാലത്തും നമ്മൾ അഹങ്കരിക്കരുത്, അഭിമാനിക്കരുത്. അവരുടെ പിന്തുടർച്ചയെന്നോ അവരുടെ സൈഡിൽ കൂടെ പോകട്ടെ എന്നൊക്കെ വിചാരിക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങോളം അങ്ങനെ ചിരിപ്പിച്ച ഒരാരും ഇല്ല. സത്യം. ഇപ്പം ജഗദീഷ് ശ്രീകുമാറാണ് ചേട്ടൻ ഈ ഫ്രെയിമിലൊന്നും അത് വലിയ അടി നടക്കുമ്പോഴും ഫ്രെയിമിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു എക്സ്പ്രഷൻ കാണിച്ചു പോകുമ്പോൾ എൻറ്റയർ തിയേറ്റർ ചിരിക്കും. അമ്പിളിച്ചേട്ടനല്ലായിരുന്നു എൻ്റെ ജീവൻ. എൻ്റെ എല്ലാ സിനിമകളിലും അമ്പിളിച്ചേട്ടൻ്റെ ഡേറ്റ് ഇല്ലാത്ത, അമ്പിളിച്ചേട്ടനും അനീഫ്ക്കൊക്കെ അവർക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റാത്തതായിട്ടേ ഉള്ളൂ. ഞാൻ എല്ലാ പടത്തിനും വിളിക്കും. അതെ. അപ്പം ആദ്യത്തെ എൻ്റെ സംവിധാനം ചെയ്ത സിനിമ സി.ഡി. മൂസ, സി.ഡി. മൂസയിലെ പീതാംബരൻ, മറക്കാൻ പറ്റും. കൊച്ചി രാജാവിലെ തമ്പുരാൻ, വല്യച്ഛൻ, അതുപോലെ തന്നെ പിന്നെ മൂന്നാമത് ഇത് ഗുലാനകത്തെ സ്വാമി, നാലാമത് ഗരുഡിൽ അമ്പിളിച്ചേട്ടനെ വിളിച്ച് കിട്ടിയില്ല, അഞ്ചാമത് ചെയ്ത സിനിമയാണ് സൈക്കിളിലെ കൗസ്തുഭൻ മുതലാളി. അപ്പോൾ അങ്ങനെ അമ്പിളിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സ്. അമ്പിളിച്ചേട്ടന് ആക്സിഡൻ്റ് ആകുന്നതിന് മുമ്പ് വരെയുള്ള സിനിമകളിൽ എൻ്റെ അവിടെ അഭിനയിച്ചു. അപ്പോൾ ഇപ്പോൾ സെറ്റുകളിൽ ഇപ്പം എന്തൊക്കെയാണെങ്കിലും ചേട്ടൻ പക്ഷേ ഈ അപ്പൻ പരമ്പരയാണെങ്കിലും ഭയങ്കര രസമുള്ള അപ്പൻ റോളുകൾ കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ജോ ആൻഡ് ജോയില് മോൾ ആട് എപ്പോൾ കാണുമ്പോൾ എനിക്ക് കണ്ണിൽ വെള്ളം. അസൽ സീൻ സെയിം തിങ് കല്യാണിയുടെ കല്യാണം പറയുന്ന സമയത്തുള്ള ഒരു ഇതിൻ്റെ ഹൃദയത്തിൽ. ഇപ്പോൾ ഇത്രയും തമാശ പറഞ്ഞ് നിൽക്കുന്ന ആൾ താങ്കൾ പെട്ടെന്നാണ് ആ ഡയലോഗിലേക്ക് എത്തുമ്പോൾ താങ്കളുടെ ആ ഒരു എൻറ്റയർ നമ്മളെ അങ്ങോട്ട് ഒന്നും കൂടി താങ്കളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും എന്നുള്ളൊരു രീതിയാണ്. എന്തൊരു നല്ല അച്ഛനാണ്.
അങ്ങനെയുള്ള പ്രോസസ്സ് എങ്ങനെയാണ്? ബിക്കോസ് താങ്കൾ വീട്ടിൽ അങ്ങനെയുള്ള ഒരാളായത് കൊണ്ടാണ്. ഞാൻ ഒരു ഭയങ്കര ഇമോഷണലി ഭയങ്കര ആളാണ്. എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഞാൻ വിഷമിക്കും. അത് ചെറിയ കാര്യം മതി. അതിൻ്റെ ഇപ്പം ചെറിയ കാര്യം വെച്ചാൽ അങ്ങനല്ലേ, നമ്മളിപ്പം നമ്മുടെ ബന്ധുക്കളെ കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചും ഓർത്തൊക്കെ ഞാൻ വിഷമിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്രോബ്ലം, ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അത് വലിയ കുഴപ്പമാണ്. പക്ഷേ കുറച്ചൊക്കെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ കിട്ടാറുണ്ട്. ചിലടത്ത് പാളിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു മമ്മൂക്ക മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ മനുഷ്യനാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പോലും എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും. ചെറിയ സങ്കടങ്ങൾ പോലും എന്നെ കരയിപ്പിക്കും. ആദ്യകാലത്തൊക്കെ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ആക്ഷൻ കേൾക്കുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം പിടിച്ചിരുന്നോ? അത് സുഖമായിട്ടുണ്ട്. അവനറിയാം നമുക്ക് ഡയലോഗ്സൊക്കെ ഓർമ്മയിൽ നിൽക്കാതെ വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നുള്ള കാര്യം, നമ്മൾ കുറേ സിനിമകളിൽ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മളോട് അഭിനയിക്കാത്ത ഏതെങ്കിലും താരം വരും. ചിലപ്പോൾ അത് ദുൽഖറോ പൃഥ്വിരാജ് അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പോൾ അവർ ഓൾറെഡി നമ്മൾ നടനാണ്, നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവർ പുറത്ത് വെച്ച് കാണുമ്പോഴേ ചേട്ടാ ഉണ്ടല്ലേ നമുക്ക് കലക്കണം, മറ്റൊരു തകർത്തെന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മളെക്കുറിച്ച് ദൈവമേ നമ്മൾ കൂട്ടുകാരൊക്കെയാണ് ഇവർ വിചാരിച്ചേക്കുന്ന വിചാരം, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കാം. അവരുമായിട്ട് വന്ന ആദ്യം എത്ര നമ്മൾ കാണാതെ പഠിച്ചാലും ആ ഡയലോഗ് തെറ്റും. അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവർ ദൈവമേ നമ്മളെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ കരുതിയൊക്കെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ തെറ്റും. പക്ഷേ ഒരു കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് ഓക്കെ ആവും. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ നമ്മുടെ ദുൽഖറുമായിട്ട് ഒരു സീനാണ് ഉള്ളത്, വിളക്കിൻ്റെ സീൻ. ഏണ്ട് 8 or 9 ടേക്ക് എടുത്തത്. കാരണം ഒറ്റ ഷോട്ടിലാണ് അനുഭവം. അങ്ങനെ വെക്കണം, അത് വെച്ച് കഴിഞ്ഞ് പിന്നെ കട്ട് പോകുന്നുണ്ട്. ഒറ്റ ഷോട്ടിൽ നമ്മൾ ആറ്റി വെച്ചേക്ക് വൈഡായിട്ട്. അപ്പോൾ ഞാൻ വന്നു കയറി വിളക്കിത് എന്താ വിളക്കിയത് എനിക്ക് വേണം. മോൻ്റെ വീട് ഇവിടെ ആലുവ. അവിടെ വരുമ്പോൾ ആലുവ ചിലപ്പോൾ പാലയായിപ്പോൾ, പാല ചിലപ്പോൾ ആലുവായിപ്പോൾ. അങ്ങനെ ഒരു 5-8 ടേക്ക് വരിക്കോണേ. അപ്പം അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ദുൽഖറുമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ സച്ചിയുടെ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ രാജു പൃഥ്വിരാജ് ഞാൻ അയാളെ അവിടെ ചെന്ന് കാണുന്ന ഒരു സീനുണ്ട്. ഞാൻ ജോണി ആൻ്റെയായിട്ട് ഭയങ്കര ഡയലോഗ് അതിലും എനിക്ക് ചെന്നിട്ട് ഞാൻ പഠിച്ചതാണ്. പക്ഷേ സ്പോട്ടിൽ തന്നെ 5-6 ടേക്കായി. പക്ഷേ 2 ക്യാമറയുണ്ട്, കട്ട് ചെയ്തെടുക്കാം. പിന്നെ സച്ചി പറഞ്ഞ ജോണി ഇല്ല, അത് നോക്കാം, ഞാൻ ഒറ്റയടിക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് കാരണം. എപ്പോഴും ഈസി ആയതാണ്. ഇപ്പം ഏറ്റവും പരിചയമായിട്ടുള്ള ആളാണ് എപ്പോഴും സെറ്റ് വന്ന ഫസ്റ്റ് ടേക്ക് ആകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പുള്ളൊരു നടൻ? ധ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പം കുറച്ചുകൂടെ ഇതാ, എല്ലാവരുമായിട്ട് നല്ല കംഫർട്ട് സോൺ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു സിനിമയിലാണ് 1-2 സിനിമ ചെറിയ ചെറിയ ഷോട്ടിൽ അവന്. ലാലേട്ടനായിട്ട് 3 സിനിമ ചെയ്തു. രാജുവായിട്ട് ആ അയ്യപ്പൻ കോശി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദുൽഖറുമായിട്ട് ഒരു സീനേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആരാ നിവിൻപോളിയായിട്ട് അഭിനയിച്ചിട്ടില്ല. ആസിഫലിയായിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയണത് ഞാൻ 10-20 സിനിമയായി. മുഴുവൻ ഈ നമ്മളെ കുഞ്ഞു കുഞ്ഞു ആളുകളെ വെച്ചിട്ട് അവരുടെ പടങ്ങളിൽ ആണ് കൂടുതൽ അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ടോവിനോടെ പാപ്പയായിട്ടൊരു പടത്തിൽ തല്ലുമാല. അയ്യോ, അത് ആ തിയേറ്റർ സീൻ കത്തിയിട്ട് നിങ്ങളുടെ സൈക്കിൾ വരുന്നൊരു സീനില്ല, അടിപൊളി. അത് താങ്കളുടെ അച്ഛനായിട്ട് കസറെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന അച്ഛനെ അല്ല താങ്കൾ അവതരിപ്പിക്കണേ. എനിക്കറിയാം. എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കുറേ എന്നാ പറയുന്നത്, എൻ്റെ കയ്യിൽ എൻ്റെ അപ്പനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫാദറിലുണ്ട്, പിന്നെ എൻ്റെ കാർന്നവന്മാരുണ്ട്, പിന്നെ എൻ്റെ അയലോക്കത്ത് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഒരു വിഷമം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഈസി ആയിട്ട് അതിലേക്ക് ചെയ്യാൻ പറ്റും. ചെറുപ്പകാലത്ത് സിനിമ മോഹം കൊണ്ടെടുക്കുമ്പോൾ സ്റ്റേജ് അതൊക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് അപ്പനോട് പറഞ്ഞ് ഫലിപ്പിച്ചത്? വീട്ടുകാർക്ക് അങ്ങനെ ഞാൻ സിനിമ കാണുന്ന എല്ലാം സന്തോഷമേ ഉള്ളായിരുന്നു. അവർക്ക് ഇത്രയേ ഉള്ളായിരുന്നു, ഞാനിൽ പഠിച്ച് കളക്ടറൊന്നും ആകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആ പോകുന്നില്ല, അത്യാവശ്യം സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ. അതായത് അവരുദ്ദേശിച്ചൊരു അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാനുള്ളൊരു സമ്പാദ്യം, അതൊരു ജോലി, അത് മതി. പിന്നെ സിനിമയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജോക്കൂട്ടനുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ എത്തി. അത് നല്ല കാര്യം. പിന്തിരി നോക്കുമ്പോഴേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നേരത്തെ പറഞ്ഞു ഒരുപാട് കഷ്ടങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ എപ്പോഴും പലരോടും ചോദിക്കുന്ന ഒരു കാര്യം, കാരണം ഞാൻ ഈ അടുത്തത് ചാക്കോച്ചൻ ഇട്ടപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു, അതായത് ഒരു മനോധൈര്യം ഉണ്ടല്ലോ, നമുക്കൊരു ലൈറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ നമ്മൾ പറയില്ലേ, എവിടെയോ ഒരു വെളിച്ചം വരും. അതിലേക്ക് എത്തുമ്പോൾ മനസ്സുണ്ട്. കാരണം ചുറ്റുപാടും മനുഷ്യർ നമ്മൾക്ക് നെഗറ്റീവ് ആവാം, ചിലർ പോസിറ്റീവ് ആവാം. വീട്ടിലുള്ള എല്ലാവരെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം. അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഒരു ഇത്രയും എക്സ്പീരിയൻസിൽ അത് കൊണ്ടു നടക്കാൻ എങ്ങനെയാണ് പറ്റുക ആ കഷ്ടപ്പാടുള്ള കാലത്ത്? നമ്മുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡയറക്ഷൻ സമയത്ത് നമുക്കറിയില്ല, ഗ്യാപ്പുകൾ വരും, പിള്ളേരുടെ പഠിത്തം, ചിലവിന് കുറവൊന്നുമില്ല.
പിന്നെ ഈ പറഞ്ഞ ആളുകൾ വിചാരിക്കുന്ന കളക്ഷൻ മുഴുവൻ നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. പിന്നെ നല്ല നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചും അത് കൂടെ കൊടുത്തിട്ടുണ്ട്, ഞാനും കട കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ എൻ്റെ സുഹൃത്തുക്കളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പിടിച്ചത്. എനിക്ക് അറിയാം താങ്കൾ ഒരാളെ സഹായിച്ച കഥ എനിക്കറിയാം. കാരണം ഒന്നും ചോദിക്കാനാണ് ആ പൈസ ആ ഒരു ഫിലിം ഷൂട്ടിന് എടുത്ത് കൊടുത്തതെന്ന് എനിക്കറിയാം. എല്ലാവർക്കും അത് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു നന്മ വരുന്നത് എങ്ങനെയാണ് മനസ്സിൽ? വീട്ടിൽ നിന്നാണോ, അപ്പനാണോ, അത് പഠിപ്പിച്ചത് അമ്മയാണോ? വീട്ടിൽ നിന്ന് അപ്പനും പഠിപ്പിച്ചതുണ്ടാവും, പിന്നെ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സും ഉണ്ടാവും, പിന്നെ സിസ്റ്റേഴ്സ് അവരൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാറ്റിലും ഇവരായിട്ട് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കുട്ടിക്കാലത്ത് ഈ നസീർ സാറിൻ്റെ സിനിമകൾ കാണുമ്പോഴേ നിങ്ങളിത് വെച്ചോളിൻ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് സഹായിച്ചിട്ട് പോകുമ്പോൾ ഏതാ ആ ഒരു ഹീറോയിസം ഉണ്ടല്ലോ, അല്ല നന്മ, അതല്ലേ നമ്മൾ നല്ലത് ചെയ്തിട്ട് പോകുന്നു, അത് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ വേദനിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയിൽ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് എനിക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എപ്പോൾ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, ഒരു പ്രാവശ്യം ഓർക്കുന്നു, എനിക്ക് ബാങ്ക് 6500 രൂപ എൻ്റെ ബാങ്ക് ബാലൻസ് ഉള്ളൂ. അപ്പം എൻ്റെ പയ്യനുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ട്, ഒരാളൊരു 5000 രൂപ വിളിച്ചു. അപ്പം അവൻ പറഞ്ഞു 6500 രൂപയുള്ളൂ സാറേ, എന്നെ കൊടുക്കടാന്ന് പറഞ്ഞു. കൊടുത്തു. നെക്സ്റ്റ് ഡേ ഒരു 50000 രൂപ കിട്ടുന്ന ഒരു ചെറിയ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞാൽ കൊടുത്താൽ നമുക്ക് കിട്ടും. ഈയിടെ ഞാനൊരു മുരിക്കൻ പിതാവ് എന്നൊരു ബിഷപ്പാണ് പാലായിൽ, പുള്ളിയുടെ സ്പീച്ച് കേട്ടു. അതായത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവും, പക്ഷെ ഒരാൾക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ അടുത്തോട്ട് വരും. ഭയങ്കര സ്പീച്ചായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം എന്ന് പറയുന്ന പോലെ ഞാൻ എല്ലാം കൊടുത്ത് ഭയങ്കര ശ്രീ മഹാരാജാവാന്നല്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും. പക്ഷെ നമ്മൾ ഒരുപാട് സഹായിക്കുമ്പോണ്ടല്ലോ ചില സമയത്ത് ചില ആൾക്കാർ അതിനുള്ളൊരു നന്ദി നമ്മളോട് കാണിക്കില്ല. അതാണ് കൊടുക്കുന്നവരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കും, അല്ലല്ല പ്രതീക്ഷിക്കും, വേദന ഉണ്ടാവും. പക്ഷെ ഒരു പരിചയമില്ലാത്ത ചില ആളുകൾ ചില അന്യദേശത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പാർപ്പിടം ഒരുക്കും, ഭക്ഷണം ഒരുക്കും, എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ഇവിടെ ഇപ്പോഴും ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും വീട്ടിൽ. ഞാൻ പണ്ട് പഴയ വീട്ടിലെല്ലാത്തിനും പക്ഷേ അതിന് പാചകം ചെയ്തൊരു വഴിയാകാറുണ്ട്. അപ്പം കൂടുതലാണ് സഹായിക്കോ? ഇല്ല, അവള് സമ്മതിക്കത്തില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഫാമിലിയായിട്ടൊരു യാത്ര US പോകാൻ അവസരം കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ആളുകൾ നമ്മളെ കെയർ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമുക്ക് തന്നെ അന്തം വിട്ടുപോയി ഇത്രയും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഓർക്കുന്നുണ്ടോ, നീ വെച്ച് വിളമ്പുന്ന സമയത്ത് നീ വിഷമിക്കുമായിരുന്നു, അതിൻ്റെ പ്രത്യുപകാരമാണ് കിട്ടിക്കൊണ്ട്. ഇപ്പം മോള് ലണ്ടനിൽ പഠിക്കാൻ പോയി, അവിടെ ഒരു മലയാളികളുടെ വീട് കിട്ടി. ഒരു വറീച്ചൻ മണിമലക്കാരൻ, ഒരു ഷീന ചേർത്തലക്കാരി, 2 ആമക്കളെ 10-15 വയസ്സുള്ള അവരുടെ വീട്ടിൽ ഇവൾ മോളെ പോലെ അവിടെ താമസിക്കുന്നത്. എങ്ങനെയോ നമുക്കൊരു പരിചയത്തിൻ്റെ പുറത്ത് കിട്ടിയതാണ്, നമ്മുടെ സുഹൃത്തിൻ്റെ വൈഫിൻ്റെ പരിചയത്തിന് കിട്ടിയതാണ്. ഇപ്പം ഞാനപ്പോൾ ഇവരോട് പറയാം, എടീ ഇതൊക്കെയാണ് 6500 ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ വിലയാണത്, നമ്മൾ ഈ ഭക്ഷണം കൊടുത്തതിൻ്റെ വിലയത്. അതും വളരെ റീസണബിൾ ചാർജിലാണ് അവരെ അവിടെ അക്കോമഡേറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു നമ്മൾ കൊടുത്തിട്ട് ഇവനിൽ നിന്ന് കിട്ടുമെന്ന് ഓർക്കരുത്, അവൻ തരണ്ട, അത് അവനേലും മികച്ചവനായിരിക്കും. പിന്നെ കൊടുത്തതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതെ, അത് ഉപകാരം. അപ്പോൾ ഈ ഒരു വീട്ടിൽ വന്നാലേ ഞാൻ വൈഫിനെയും മക്കളെയും കാണാൻ പെടുന്നാലും സാധാരണ നിലയിൽ ഈ സംവിധായകൻ ആയ ശേഷമുള്ള ജോണി ആൻ്റണിയും ഇപ്പോൾ ആക്ടറായുള്ള ജോണി ആൻ്റണി തമ്മിലുള്ള ഈ ഒരു എന്താ പറയുക സ്വഭാവമല്ല, ഈ എക്സ്പീരിയൻസിലും ലേണിങ്ങിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒരുപാട് രണ്ടിലും ആൾക്കാരായിട്ട് ഇടപഴകണം. എന്നിരുന്നാൽ പോലും താങ്കൾക്ക് താങ്കളെ പറ്റിയിട്ടുള്ള ഒരു സ്വഭാവം മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്തുണ്ടോ? അങ്ങനെ ഈ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ട് ഇല്ല, സംവിധായകനേക്കാൾ കൂടുതൽ ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന ആളുകൾ തിരിച്ചറിയുകയും ഫോട്ടോ എടുക്കാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മൂസയുടെ സംവിധാനം എന്നുള്ള രീതിയിൽ എനിക്ക് ഓൾറെഡി ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഇപ്പോൾ നടന്നു. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അതിനകത്ത് ദുർമുഖം കാണിക്കാറില്ല. കാരണം നമ്മളിൽ എത്രയോ വലിയ താരങ്ങൾ നിന്ന് കൊടുക്കുന്നു. പിന്നാണോ ഇന്നലെ ഉദിച്ച അന്നും ഇന്നും നമ്മൾ പല ആൾക്കാരും കാണുമ്പോൾ ഇപ്പോൾ കോമഡിയുടെ ഒരു ചേഞ്ച് ഓവർ വന്നിട്ടുണ്ട്. അന്ന് കാലത്ത് താങ്കൾ പറഞ്ഞു ഇപ്പോൾ ചിരിച്ചു ഒരുപാട് പേര് നമ്മൾ ചിരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കോമഡിയുടെ ആൾക്കാരുടെ ഓഡിയൻസ് പൾസ് എന്താണ്? ഓഡിയൻസ് പൾസ് എനിക്ക് തോന്നി റീൽസ് കണ്ടമാനം ആളുകൾ കാണുന്നുണ്ട്. റീൽസിലെ പോലുള്ള വളരെ ഷോർട്ടായിട്ടുള്ള കോമഡികളാണ് ആളുകൾക്ക് ഇഷ്ടം. ഒരു ലെങ്തി എപ്പിസോഡിനേക്കാൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് മാറി പോവുക, അതിനോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വെർബൽ ഹ്യൂമർ, അത് സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിലേ വെർബൽ ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനും
അതിൻ്റെ അവസ്ഥ വേണം, അതെ, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായി കൗണ്ടർ ഉണ്ടാക്കുന്നത്. അതെ. സംവിധായകൻ്റെ ഈ ഒരു ഉടുപ്പ് ഊരി വെച്ചിട്ട് താങ്കളിപ്പം നടനാകുമ്പോണ്ടല്ലോ, അവനവനെ പറ്റി എന്തെങ്കിലും ഒരു അൺലേണിംഗ് ഉണ്ടായിട്ടുണ്ടോ? അന്ന് ചെയ്തതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കണേന്ന് തോന്നിയിട്ടുണ്ടോ? അഭിനയം തുടങ്ങിയതിന് ശേഷം കാശ് വരുമാനം കിട്ടി. അത് നല്ല കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ EMI കാര്യങ്ങളെല്ലാം നന്നായിട്ട് അടഞ്ഞു പോകും, കറക്റ്റായിട്ട് അടഞ്ഞു പോകും. പിന്നെ ഈ ഉദ്ഘാടനത്തിനാണെങ്കിലും അല്ല എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ അതിന് പൈസ കിട്ടും. അപ്പോൾ എൻ്റെ പക്ഷേ എന്നിട്ട് പോലും കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടില്ല. ഉദ്ഘാടനം വിളിച്ചോളൂ. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത്, ഒന്നും ഉറപ്പില്ല. അതെ, അതെനിക്ക് മനസ്സിലായിരുന്നു. നല്ല കാര്യം അല്ലേ, നമ്മൾ ഇന്ന് ഉള്ളത് നമുക്ക്, അതായത് നാളെ വന്നോളൂ എന്നോർത്ത് നമ്മൾ മനക്കോട്ട കെട്ടി ഇരുന്നാൽ അവിടുന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളെ അമ്പരപ്പിക്കും, വന്നില്ലല്ലോ എന്ന് വെക്കും. ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നെന്നും വരാം. എന്തും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. പിന്നെ സംവിധായകനായ കാലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. ആയുസ്സും ആരോഗ്യവും കൂടെ തന്നാൽ മതി. അതെ, ഞാനിപ്പോൾ ജോണി ആൻ്റണി എന്നൊരാളെ പറ്റി അറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ച് അറിഞ്ഞു. താങ്കൾ വീട്ടിൽ എങ്ങനെയാണെന്ന് ഞാൻ മക്കളോട് എനിക്ക് ചോദിച്ചു. ഷൈനിയുണ്ട്, സത്യം, ഭാര്യയും മക്കളും കൂടെ ഉള്ളതാണ് അടുത്തത്. അപ്പോൾ അങ്ങോട്ട് പോവാം. ചേട്ടാ, ഇനി ഞാൻ മക്കളോടും ഭാര്യയോടും ചോദിച്ചോളാം, നിങ്ങളിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ആളാരാണ്? അന്നയാണോ ലുദ്വിനെയാണോ? അന്ന. ഇതാണ്, സോറി, നിങ്ങളെ ഒരേ ഛായ. അപ്പോഴേ ഈ അപ്പനാളെങ്ങനെയാ? ഹോമിൽ അപ്പനാണോ, ഹൃദയത്തിൽ അപ്പനാണോ, അതോ ജോയിൽ അപ്പനാണോ? ലവ് കണ്ടിട്ടുണ്ടോ? ഇച്ചിരി സീരിയസ് അപ്പനാ. ഇങ്ങേരോ? അയ്യോ, അത് ഞാൻ ഇടയ്ക്ക് കൂടാവും, ഇടയ്ക്ക് സീരിയസ് ആണ്. ദേഷ്യമൊക്കെ വരുമോ? ഞാൻ ഷൈനിയോട് ചോദിക്കട്ടെ, അതായത് പാരൻറ്റിങ് എന്ന് പറയുന്നത് മക്കൾ വലുതാകുമ്പോൾ നമ്മൾ വേറെ തരത്തിൽ വേണം, പിന്നെ എന്താ പറയുക, മാതൃസ്നേഹം, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ. ഈ മക്കൾ വലുതാകുമ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ചു കിട്ടാൻ കിട്ടില്ല. ഏത് സമയം ഒന്നുമില്ലെങ്കിൽ സംവിധാനം അല്ലെങ്കിൽ ആക്ടിങ്. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു വളർച്ച? ഞങ്ങൾ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഏറ്റവും ഇത്ര പണ്ടുള്ള അമ്മ. നിങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടേക്കണ അച്ഛനും ഇപ്പൊ കണ്ടേക്കണ അച്ഛനും തമ്മിൽ വ്യത്യാസം എന്താണ്? ഓക്കെ, ഞാൻ പറയാം. ഈ വരുന്ന സമയത്ത് വീട്ടിലാകെ വല്ലപ്പോഴും ഇങ്ങനെ വരുന്ന ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ കാണണം. ആ സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാണ്, നമ്മൾ വേറെ പ്ലാൻസ് ഒന്നും പറ്റില്ല. സിനിമയ്ക്കൊന്നും പോകാൻ പറ്റില്ല. അത് ആര് വന്നിട്ടാണെങ്കിലും പോകും. അതിപ്പോ ആ ഒരു സംഭവം ഇതാണ് ഈ ചിട്ടാന്ന് പറഞ്ഞതിൽ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവണം, ഹാപ്പി ആയിട്ട്. നമുക്ക് വേറെ പ്ലാൻസ് ഒന്നും ഉണ്ടാവരുത്. ഞങ്ങളെങ്ങും പോവരുത്. അങ്ങനെ എപ്പോഴും പോയിട്ടുണ്ടോ? ഈ പതിവ് തെറ്റിയിട്ടുണ്ടോ? അപ്പൊ ഇദ്ദേഹം എങ്ങനെ പ്രതികരിക്കും? ഇങ്ങനെ പോകുകയെന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ എപ്പോ വരും? ഇപ്പോഴത്തെ കുട്ടികൾ, നിങ്ങളൊക്കെ ജെൻസി കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഈ ഭാഷകളൊക്കെ, നിങ്ങളുടെ ഭാഷകളൊക്കെ വ്യത്യാസമല്ലോ, ടെക്സ്റ്റ് ചെയ്യുമ്പോഴൊക്കെ. ഇതൊക്കെ അച്ഛനും അങ്ങനെ തന്നെയാണ് അയച്ചു കൊടുക്കുക? അപ്പൊക്കെ ഇല്ല, അപ്പൊ വിളിക്കോ വോയിസ് മെസ്സേജ് അയക്കോ ചെയ്യാറുണ്ട്. വാട്സാപ്പില്ല, ടെക്സ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. മറുപടി അയക്കില്ലേ? സ്റ്റിക്കർ അയക്കരുത്. സ്ഥിരം വരുന്ന സ്റ്റിക്കർ ഏതാ? ഒരു പൂ എന്തോ ഇങ്ങനെ ഇടുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്. അപ്പൊക്ക് അത് സുരേഷ് ഏട്ടൻ്റെ അറിയോ, ഞാൻ മറ്റേ ഭരണ വെച്ചോണ്ട് ഈ വേളക്ക് എനിക്ക് വേണം തരണം എന്ന് പറയാൻ പുള്ളിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. പക്ഷെ ഈ കുട്ടികൾ പഠിച്ചിട്ടേ, ഇപ്പോൾ ഒരാൾ ലണ്ടനിലാണ് പഠിക്കുന്നത്, ഒരാൾ രാജഗിരിയിൽ, എന്നും പോയിട്ട് കോളേജ് ഹോസ്റ്റലല്ലേ. ഇത് ഈ വീട്ടിൽ പെട്ടെന്ന് ഈ രണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ എങ്ങനെയാ പെട്ടെന്നൊരു സോഷ്യൽ ആങ്സൈറ്റി പറയും, ഏകാന്തത, നമുക്ക് പെട്ടെന്ന് ശബ്ദങ്ങളും ബഹളങ്ങളും ഇല്ലാതെ വരുമ്പോൾ ഒരു ഇത്തിരി വിഷമം. അപ്പോൾ അത് എന്തെങ്കിലും വേറൊരു പുതിയ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും പുതിയ പാചകങ്ങളും കണ്ടുപിടിക്കാറില്ല. കൊറോണ കാലത്ത് നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു, ഒരു ഷിറ്റ്സു. അപ്പം ആദ്യമേ ഷൈനിക്കൊക്കെ എനിക്കൊക്കെ ഭയങ്കര, ഇപ്പൊ നമ്മള് ഭയങ്കര പെറ്റായി. അതാണ് ഇത് സമയം പോകുന്ന അറിയില്ല. കറക്റ്റാണ്. ഇപ്പൊ ഷൈനിക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ. അതെ. അപ്പൊ നിങ്ങൾ കൊച്ചുകുട്ടിയ സമയത്ത് അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയമാണ് അല്ലേ സാറ്? അപ്പൊ ആ സമയത്ത് എങ്ങനെ നിങ്ങൾ സെറ്റിൽ പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും നല്ല ഓർമ്മകളുണ്ടോ അച്ഛൻ ഡയറക്ടറായിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മ? ഞാനൊരു ദിവസം ചെന്നിട്ട് മൈക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു. 2012 ഏത് സിനിമയായിരുന്നു? മാസ്റ്റേഴ്സ്. എന്നിട്ട് വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് വണ്ടി കയറിട്ട് പിന്നെ ദേഷ്യപ്പെട്ടു. ഇതേ ദേഷ്യം പെട്ടെന്ന് വരും, പെട്ടെന്ന് താഴ്ത്തിക്കാണോ? പെട്ടെന്ന് വരും ആണല്ലേ?
നമ്മളോട് ഇപ്പം ചിരിച്ച് നിൽക്കുന്ന ആള് സെക്കൻഡുകൾ കൊണ്ട് റേസ് ആവും. ഞാൻ ശിവാജി ഗണേശനൊക്കെ അങ്ങനെ പെട്ടെന്ന് പോയി പിന്നെ പറയും. അതേപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷെ സാധാരണ ജീവിതത്തിലും തമാശ അഭിനയിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ തമാശ ഉണ്ടോ അദ്ദേഹത്തിന്? ഹ്യൂമറായിട്ട് എല്ലാ കാര്യങ്ങളും കാണുമോ? എല്ലാ കാര്യങ്ങളും കണ്ടു. ഏതൊക്കെ കാണില്ല? അപ്പാനെ പറയുന്നൊന്നും കണ്ടു, ബാക്കിയുള്ളവരെ പറയുന്നൊക്കെ കാണും. സാധാരണ നിലയിൽ ഇങ്ങനെ ദേഷ്യം വരുമ്പോഴോ എക്സ്പ്രഷൻസ് നമുക്ക് ചിലപ്പോൾ അറിയാം. ചില ഇങ്ങനെ മുഖം കനക്കുകയോ അല്ലെങ്കിൽ ചില ചേഷ്ടകളുണ്ടോ ദേഷ്യം വരുമ്പോൾ അപ്പം കിട്ടും നമുക്കെന്ന് തോന്നുന്നത്? ഒച്ച കൂടും. അപ്പൊ ഈ ഇരിക്കുന്ന ആളല്ല വീട്ടിൽ. അങ്ങനെയല്ല, ഒരു 50-50 ബാലൻസിലൊക്കെയാ പോകുന്നതില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. ഈ വീട്ടിലൊരു ഡിസിഷൻ നിങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ടെങ്കിൽ 4 പേര് ഒരുമിച്ച് ജീവിതത്തിലൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ? എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സാം എഴുതി. എനിക്ക് ഗവൺമെന്റ് കോളേജസിൽ പോകാനായിട്ടായിരുന്നു ഇൻട്രസ്റ്റ്. പക്ഷേ രാഷ്ട്രീയം അതെന്നൊക്കെ ഇത് പറഞ്ഞിട്ട് എന്നെ പ്രൈവറ്റ് കോളേജിൽ വിട്ടു. അങ്ങനെ ലണ്ടനിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഓക്കെ സമ്മതിച്ചു പെട്ടെന്ന്? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ അന്ന് തുടങ്ങിയത് ജയത്തലന്റെ ഇന്റർവ്യൂ. അല്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് കൂടുതലും. അത് ലണ്ടനിൽ പോയപ്പോൾ അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ടല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുരിയച്ചൻ എന്ന് പറഞ്ഞിട്ട്, ഞമ്മളെ ജോബിൻ്റെ ബ്രദർ. പുള്ളി പറയായിരുന്നു നല്ല യൂണിവേഴ്സിറ്റി വിടണം, അങ്ങനെ അവൾ അപ്ലൈ ചെയ്യാൻ പറയണം, അങ്ങനെ കിട്ടുകയാണെങ്കിൽ പൈസ നോക്കരുത്, എങ്ങനെയും കടം മേടിച്ചാണേലും അയക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രോ അവിടെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അത് അവൾ എഴുതി കിട്ടി. അപ്പോൾ പിന്നെ വിടുക എന്നുള്ള ഉത്തരവാദിത്തം എൻ്റെ ആയി. കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാനത് അതിനുള്ളൊരു കുറച്ച് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെന്നാൽ പോലും നല്ലൊരു എമൗണ്ട് ആവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പക്ഷേ എനിക്കതിൽ വലിയ പ്രൗഡുണ്ട്. കാരണം അപ്പോൾ പിന്നെ അവൾ വിശ്വാസം കാത്ത് സൂക്ഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നാളെ നല്ലൊരു നമ്മുടെ നാടിന് ഗുണമുള്ള എന്തെങ്കിലും ഒരാളായിട്ട് അവൾ മാറണമെന്നൊരാഗ്രഹമാണ്. എനിക്ക് ആഗ്രഹമുണ്ട്. ഇവര് ഈ ഇരിക്കുന്നതല്ല ശരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇവര് പറഞ്ഞാൽ ഞാൻ പറയില്ല, ഇവരൊക്കെ അല്ല എന്തോ ഇവരെന്തോ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ദിവസം എടുത്തോ കേട്ടോ. എന്നെ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഇവരൊന്നും മറക്കുന്നവരല്ല, അങ്ങനെ മറക്കുന്നവർ എനിക്ക് തോന്നുന്നില്ല. ഇവരുടെയൊക്കെ 3 പേരും നല്ല ഡിസിഷൻ ഇവർ തന്നെ എടുക്കും. അവള് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ഞാൻ അവസാനം അതിന് സമ്മതം കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതുവരെ സംഭവിച്ചത്. പിന്നെ ചില കാര്യങ്ങൾ കുഴപ്പമാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാറ്. അതെ, പക്ഷെ ചൂണ്ടിക്കാണിച്ചിട്ട് വീണ്ടും അവരെ കുഴപ്പം തന്നെയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനത് സമ്മതിക്കില്ല. അപ്പം ഇതൊരു ഹെൽത്തി ഡിബേറ്റ് ഉണ്ടാവാറുണ്ടോ? അവർക്ക് പിന്നെ മനസ്സിലാവും, പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. ഇതിലെ അമ്മ എങ്ങനെയാണ് ഇതിനൊക്കെ ഈ വക ബഹളല്ല, ഇതിലെങ്ങനെ അമ്മയുടെ അപ്രോച്ച് ഒക്കെ? നല്ലൊരു പൊളിറ്റീഷ്യൻ, വളരെ നമ്മളവർക്ക് എന്നോടാ നിൽക്കുന്നു പറഞ്ഞു, പിള്ളേരവർക്കും പിള്ളേരോട്. രാത്രി അവിടെ കിടക്കാൻ വരുമ്പോൾ എന്നോട് പറയും നന്നായി ഒക്കെ അത് ആവശ്യമായിരുന്നു. ഞാൻ പറയുമ്പോഴേ അവന്മാർക്ക് കുഴപ്പമുള്ളൂ, നിങ്ങൾ പറയുമ്പോൾ ഇല്ലല്ലോ, അത് നന്നായി അത് പറയാറ്. പിന്നെ ചിലപ്പോൾ വന്നിട്ട് അങ്ങനെ അവളോട് പറയണ്ടായിരുന്നു, അതും പറയാറ്. ഇതെല്ലാം കേട്ട് വിഷമിക്കാൻ ഞാനും ഏതാ എന്ത് പറഞ്ഞാലും നമുക്കാണല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. കറക്റ്റ്, എന്ത് പഠിക്കണം, എന്ത് തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അച്ഛനമ്മ ഉണ്ടാവും. പിന്നെ യു ഹാവ് സർട്ടൻ സൈഡ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു, ബിക്കോസ് ഒരു സെലിബ്രിറ്റി മക്കൾ ഒരുപാട് ഫേക്ക് സെലിബ്രിറ്റി കിഡ്സ് എന്ന് പറയുന്നത്. എന്താ ഫേക്ക് സെലിബ്രിറ്റി കിഡ്സ്? ഞങ്ങളിപ്പോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആരും റെക്കഗ്നൈസ് ചെയ്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ലാതെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാണിക്കണമെങ്കിലും കാണിച്ചിട്ട് തിരിച്ചു തരാം. ആരും ഇന്നേ വരെക്കും ഒരു ഇന്റർവ്യൂ ഇരുന്നിട്ടില്ല. എന്റെ ഇന്റർവ്യൂല് വന്നോടുകൂടി ഇനിയിപ്പോ അത് മാറി കിട്ടും. എല്ലാവരും സെൽഫി ഒക്കെ ചോദിക്കും. ജഗദീഷ് ചേട്ടന്റെ അച്ഛൻ സെലിബ്രിറ്റി ആയതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താ? അഡ്വാൻറ്റേജ് ചില കാര്യങ്ങളൊക്കെ ഈസിയർ ആകും, ആക്സസബിൾ ആണ് പെട്ടെന്ന് കമ്പയർഡ് ടു അതർ. അല്ലാണ്ട് പിന്നെ ഉള്ളത് നമ്മളെല്ലാം ഇങ്ങനെ ഭയങ്കര അയ്യോ ശ്രദ്ധിക്കണം, ആൾക്കാർ കാണുന്നുണ്ടോ ആ ഒരു സാധനം. അതായത് ഇപ്പൊ ഈ പെട്ടെന്ന് അഭിനയം ഒരുപാട് സിനിമയിലായപ്പോൾ നിങ്ങൾക്കും പുറത്ത് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു സോഷ്യൽ മീഡിയ ആക്സസിബിലിറ്റി ഉണ്ട്. എല്ലാവർക്കും നമ്മളെ പറ്റി അറിയാവേ. ഞാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവരും പറയുന്നു, എഴുതുന്നു. അപ്പൊ ആ സമയത്ത് താങ്കൾക്കൊക്കെ ഇത് കൂടുതൽ പള്ളിയിലൊക്കെ പോകുമ്പോ. അതെ, അപ്പൊ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? സാധാരണ രീതിയിൽ അതെ സംസാരിക്കും. ഞാൻ ശബ്ദം കേൾക്കാൻ കാത്തു നിൽക്കണം. സാധാരണ രീതിയിൽ അങ്ങ് പോകും. അല്ല, നിങ്ങളുടെ കല്യാണം എപ്പോഴായിരുന്നു? ഇദ്ദേഹത്തിന് ആലോചിച്ചു? 15 24 വർഷമായി.
ഏപ്രിൽ 15-നായിരുന്നു. ഏപ്രിൽ 15 വിഷു ദിവസം തന്നെ. 2002 അതെ, 2002 കല്യാണം കഴിച്ചേ. ഓക്കെ. അപ്പോൾ ഈ സാധാരണ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതെ. ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട്, എനിക്കറിയില്ലായിരുന്നു. ആ, പക്ഷെ അന്ന് അപ്പോൾ അദ്ദേഹം സിനിമ CID മൂസ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം. അതെ. ഓ, അപ്പോൾ നല്ല ഭാഗ്യദേവതയാണ് അല്ലേ? ഭാഗ്യം തോന്നിയിട്ടില്ല അങ്ങനെ? തീർച്ചയായിട്ടും. പിന്നെ അത് അവളുടെ ഭാഗ്യ. കാരണം മനസ്സിലായില്ലേ? അല്ലല്ല അതല്ല ഞാൻ പറഞ്ഞേ, അവള് കാരണം വന്നത് അവരുടെ ഭാഗ്യമാണ്. കറക്റ്റ്. അതെ. ഇതിനെടുത്ത് കൊടുക്കും. ഹാപ്പി ട്രീ എന്നെയൊക്കെ ആപ്പിൾ പ്ലീസ് എന്ന് അവിടെയാണോ ഇരിക്കുന്നത്? എന്റെ കാൽമിൽ നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചക്കുടു. ഇതിനെ പരിപാലിക്കുന്ന ആരൊക്കെയാ ഈ വീട്ടിൽ? എല്ലാരും പോകുന്നതിന് ഞാനും ഉണ്ടായിരുന്നു. ഇപ്പൊ വരുമ്പോ മാത്രം ബാക്കി അമ്മ. അതെ. ഒരു സിനിമ കണ്ട ശേഷം അപ്പൊ ഇങ്ങനത്തെ തരം സിനിമകൾ എനിക്ക് അവരെനിക്ക് തോന്നി സിനിമ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ളും അവർക്കറിയാം ഞാൻ എൻ്റെ ഒരു ഭാഗം മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുമെന്ന് അവർക്കറിയാം. പിന്നെ ഈ വിമർശകരൊക്കെ പറയുമ്പോൾ ഡെസ്പാകാറുണ്ട്. പക്ഷെ വിമർശനം ഉണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ പറയും ഇപ്പം റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഇപ്പം ഇവര് വിമർശകരുടെ റിവ്യൂ വരെ നോക്കിയിരിക്കും. അല്ലല്ല, അങ്ങനല്ല നോക്കിയത് ഇവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയും അപ്പ വളരെ മോശമായിട്ട് അപ്പയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും. പിന്നെ ചിലർ പറയും അപ്പാ അയാൾ നല്ലത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരുടെ സന്തോഷം എനിക്ക് മനസ്സിലാവും. അങ്ങനല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള രീതി വെച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് റിവ്യൂസ് പറയുന്നത് അല്ലല്ല, ആണെങ്കിൽ ഇവർ മറ്റുള്ളവർ പറയുന്ന ബാച്ച് ചെയ്യാറുണ്ട്. അതാണല്ലോ നോക്കേണ്ടത്. ഇവർ പറയുന്നതും ഞാൻ കേൾക്കുന്നതും ഞങ്ങളിൽ തന്നെ നിൽക്കുന്ന കാര്യമാണ്. മറ്റൊരാൾ എന്നെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും, മോശം പറയുമ്പോൾ വിഷമം ഉണ്ടാവും. എന്തോ പറയാൻ വന്നു? ചിലത് ചെയ്തത് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങി ഒരു പടത്തിന് പോയത്, ഇപ്പൊ അപ്പയുടെ പടമാണെങ്കിലും അല്ലെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിച്ചിട്ട് പറയാനുള്ളതെല്ലാം പറയും. ഇപ്പൊ അപ്പയുടെ ആണെങ്കിലും അതവിടെ ശരിയായില്ല, ഇതിന് കേക്കും ആരുടെയെങ്കിലും വായില വരും എന്നുള്ളത് പറയാറുണ്ട്. ഷൈനി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഞാൻ പറയില്ലേ? സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളല്ലേ എല്ലാ കാര്യങ്ങളും? എന്താണ് ഇന്റർവ്യൂ വരുമ്പോൾ ഭയങ്കര സൈലന്റ്. പിന്നെ അതായത് ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അപ്പയുടെ സിനിമ മാത്രമല്ല, ചില നമ്മൾ ആസ് എ ഫാമിലി നിങ്ങൾ ഗെറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കുള്ളൊരു കോമൺ ഒരു വാല്യൂസ് ഉണ്ടാവുമല്ലോ. താങ്കളുടെ അച്ഛനും അമ്മയും പഠിച്ചത്, താങ്കളുടെ പാരൻസിനെ കൊടുത്തത്, അങ്ങനെ ഈ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചില ഇന്നതൊക്കെ ചെയ്യണം ആസ് എ ഫാമിലി, നമ്മുടെ ഫാമിലിയുടെ ഒരു റെപ്യൂട്ടേഷൻ കാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വയം ഒരു പര്യാപ്തത വരുത്താനായിട്ട് കൊടുക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഇവർ പുറത്തു പോയി പഠിക്കാൻ മുമ്പ് കൊടുത്തിട്ടുണ്ടോ? അത് നല്ല സ്വഭാവത്തിൽ വളരുക, നല്ല രീതിയിൽ ജീവിക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഷൈനിയുടെ സ്വഭാവം തന്നെ പറയുന്നത് അത്യാവശ്യം അവരവരുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞ് മടക്കി വെക്കുക, അതന്ന് തന്നെ വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യുക. ഇതൊക്കെ പിള്ളേർ ചെയ്യോ? പിന്നെ അത് ആദ്യമേ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാര്യം. പിന്നെ നമ്മൾ അച്ചടക്കം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അച്ചടക്കം ഒരു വേണം. അപ്പൊക്ക് ഇപ്പോൾ ഒരു ആൺകുട്ടി ഇല്ലാത്തതിന്റെ വിഷമവും അങ്ങനെയൊക്കെ. അല്ലല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും പിള്ളേർക്ക് എല്ലാവരും കൂടെ അപ്പോൾ പറയും. അപ്പോൾ അങ്ങനല്ല, നമ്മള് ഇന്നലെ തന്നെ പറഞ്ഞു എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ എല്ലാവർക്കും ഒരു റോൾ മോഡലായി തന്നെ. ഞങ്ങൾ വളർത്തിയ, ഞാനും അച്ഛനും വളർത്തിയ, അപ്പായും അമ്മയും വളർത്തിയായിരുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞത് അല്ല, നമ്മളിപ്പം ആഗ്രഹിക്കല്ലേ, ഇപ്പം എനിക്ക് എൻ്റെ അപ്പന് 2 ആൺമക്കളും 2 പെൺമക്കളും. ഞങ്ങൾ ഒരാണും 2 പെണ്ണും. അല്ല, നമ്മളെല്ലാവരും ആഗ്രഹിക്കുമല്ലോ നമുക്കൊരു, ഇപ്പം നമ്മുടെ ഒരു സിസ്റ്റമൊക്കെ വെച്ചിട്ട് ഇവരെ കെട്ടിക്കൊണ്ട് ആരെങ്കിലും പോവില്ലേ. പിന്നെ നമ്മൾ എന്ന് പറയുന്ന ആൺകുട്ടി നോക്കുന്ന എന്താ അവസ്ഥ? അല്ല, അങ്ങനല്ല, പെൺകുട്ടി നോക്കുന്ന എന്താ അവസ്ഥ? ആരും ഉറപ്പില്ല, ആരുടെ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്നെ ആരും നോക്കാൻ വേണ്ടിയല്ല. നമ്മളൊരു ആൺകുട്ടി, ഇപ്പം 2 ആൺകുട്ടിയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ. പെൺകുട്ടികളുണ്ടാവണം. അതെ, അവന്മാർക്ക് ആരും ജീവിതത്തിൽ ഇടപെടാൻ. സത്യം. അല്ല, ഞാൻ പറയുന്നത് വളരെ 2ഉം വേണം. അതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഞാനൊരു ഒറ്റ പെൺകുട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുമാതിരി ആൺകുട്ടിമാരെ ഞാൻ വളർന്നേ. അപ്പോൾ അങ്ങനെ ഇവര് അങ്ങനെ ഒരു ഫ്രീഡം, അതൊരു ആൺകുട്ടികളുടെ കുറച്ച് ആൺകുട്ടി നല്ല കാര്യം. ആരോടാന്ന് എന്താണെന്ന് ചോദിക്കണം അല്ലേ? യെസ്, കറക്റ്റ്. അപ്പൊ ഈ പൈസക്ക് പിശുക്കുണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. ധാരാളം യഥേഷ്ടം പോക്കറ്റ് മണികൾ
ഞാൻ പറഞ്ഞു സിനിമ എന്താണെന്ന് വെച്ചാൽ കാണുങ്ങൾ ഭക്ഷണമോ സിനിമ എല്ലാ സിനിമയും കണ്ടു. കാരണം നമ്മുടെ ചോറാണ്. അല്ല പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട, സിനിമകൾ കണ്ടോളൂ. പിന്നെ പറയും പഠിത്തവും ഉത്തരവാദിത്വവും. ഇപ്പം ഞാൻ പറയും മുമ്പ് പറഞ്ഞാൽ അച്ചടക്കം, പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് ഇപ്പം അമ്മയ്ക്കുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു, ഷൈനിയുടെ പേരൻസിനുണ്ട്, എൻ്റെ പെങ്ങന്മാർക്കുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന നമ്മുടെ ഒരു എന്നാ പറയേണ്ട ഒരു പ്രാർത്ഥന, അച്ചടക്കം, ജീവിതത്തിലൊരു വിശുദ്ധി, അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. ഈ ഫെസ്റ്റിവൽ ഈസ്റ്റർ അഥവാ ക്രിസ്മസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ പിറന്നാളുകൾ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഓണത്തിനും ഒക്കെ എല്ലാവരും ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, രസമല്ലേ. പിന്നെ ഇപ്പം ഇപ്പം പെങ്ങന്മാരെ വിളിച്ചാൽ അവർക്കും ഉണ്ടല്ലോ ക്രിസ്മസ്. അപ്പോൾ അവരെ 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വിശേഷ ദിവസം വിളിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവർക്കും ഉണ്ട്. പിന്നെ അതിൻ്റെ പേരൻസ് ഇവിടെ തൊട്ടടുത്താണ്, കൊച്ചു പിള്ളേരുണ്ട്, ആളിയുണ്ട്, അവർ വരും, രസമാണ്. പിന്നെ ഇവരോട് ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്മസും വലിയ ഇതൊന്നും നടക്കുന്നില്ലെങ്കിലും പൂർണ്ണത ഉണ്ടാവുള്ളൂ. ട്രീയും അതൊക്കെ വെക്കാറുണ്ട്. റിയലി മിസ്ഡ് അമ്മ നൗ അല്ലെങ്കിൽ റിലീസ് മിസ് അപ്പ നൗ എന്ന് പറയും നമ്മൾ. നമ്മളൊക്കെ ചെയ്ത ചില വിശേഷങ്ങൾ വരും ആ സമയത്ത് ഈ ഫോൺ ചെയ്താൽ ഹൗ ഡു മിസ് യുവർ പേരൻസ് വെൻ യു ആർ അവേ? എൻ്റെ ലാസ്റ്റ് അതായത് ഈ ഫെബ്രുവരിയിൽ എൻ്റെ ബർത്ത്ഡേ 23rd ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ അവിടെ സ്കോട്ട്ലൻഡിലായിരുന്നു. അപ്പോൾ ആരും ഇല്ല. ഇവളുടേത് അതിന് ഒരു 2 ആഴ്ച മുന്നേ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. എന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു. ഞാനല്ല അപ്പ. ഓക്കെ, ഐ മീൻ എനിക്ക് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവൾക്ക് മിസ് ചെയ്യാതിരിക്കാനായിട്ട് അപ്പ വീഡിയോ എടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അത് ബുദ്ധി കൂടിപ്പോയതാണ് ആ സമയത്ത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇമ്പാക്റ്റ് വന്നത്. എൻ്റെ വിഷമം അത് ഫ്രസ്ട്രേഷനായിട്ട് പുറത്തു വന്നു. ഞാൻ വിളിച്ച് കരഞ്ഞ് ഭയങ്കര പ്രശ്നമായി. അന്ന് എനിക്ക് നല്ലപോലെ മിസ് ചെയ്തു. ഇതെന്തെങ്കിലും ഇപ്പം അവിടെ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇപ്പം അവിടെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഞാൻ അവിടെ ഭയങ്കര ഞാൻ ഒരു ഫാമിലിയുടെ കൂടെ നിൽക്കുന്നത്. അവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ഭയങ്കര നല്ലതാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഓക്കെ ആ ഒരു ചെറിയ ഇത് കിട്ടുമല്ലോ, എൻ്റെ ആരും ഇവിടെ ഇല്ല, ആ ഒരു സാധനം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അത് ഞാൻ അന്ന് തന്നെ വിളിച്ച് ഞാനൊന്ന് കരഞ്ഞായിരുന്നു. വീഡിയോ വന്നു, 5 മിനിറ്റ്സിൽ കോള് വന്നു. അത് അങ്ങനെ പ്രതികരിച്ചു. ഇച്ചിരി അല്ല വല്ലാണ്ട് അതെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ എനിക്കത് സമാധാനമായി, കുഴപ്പമില്ല. നിങ്ങൾ നമ്മുടെ ഏറ്റവും ഭീകര അടികൾ നടന്നിട്ടുണ്ടോ? പറ്റില്ല, ഇതാണ് ഞാൻ ചെയ്യാൻ പോണത്, ശരിയല്ല എന്നൊക്കെ പറയുന്നു. ഇല്ല, ടൈം ആയിട്ടില്ല, സമയം കിടക്കണം. കുട്ടികളെ കാലക്ക് എനിക്ക് ഇഷ്ട പിടിച്ചു. ടൈം ആയിട്ടില്ല, ആ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാത്തിരുന്നോളൂ കേട്ടോ, കുട്ടികൾ വലുതായി. ഞാൻ അവർക്കെന്നെ അറിയാം. ശരിക്കും നിങ്ങൾ സ്വഭാവം നോക്കുമ്പോഴേ ഇത് രണ്ടുപേരിലും ചേട്ടൻ സ്വഭാവം മാർക്കാ, ഷൈനയുടെ സ്വഭാവം ആർക്കാ? രണ്ടുപേരുടെ സ്വഭാവമില്ല, രണ്ടുപേരും 2 രീതിയിലുള്ള സ്വഭാവം. ഞങ്ങളുടെ 2 പേരുടെ ഇല്ല. അതിപ്പോ എവിടുന്ന് കിട്ടി? പിന്നെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിപ്പോ നമ്മളിപ്പോ ഇപ്പൊ ഞാനിപ്പോ ഈ പ്രായത്തിലെ സ്വഭാവമാണോ എൻ്റെ ഇവരുടെ പ്രായത്തില്? അതെങ്ങനെയായിരുന്നു ആ പ്രായം? അല്ല, ഇവരുടെയൊക്കെ പ്രായം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ജീവിത സാഹചര്യം അല്ലല്ലോ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം. നമ്മളൊക്കെ സ്ട്രഗിളിങ് ആണ്. ഏതാ ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഇവരുടെ പ്രായത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഡയറക്ടർ ആകാനുള്ള ആഗ്രഹവും അതിനുവേണ്ടിയുള്ളൊരു അധ്വാനവും മറ്റൊരാളുടെ കീഴിൽ അവർക്ക് പ്രിയപ്പെട്ടവനായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കാലം. നിങ്ങൾ അറിയാത്ത ഒരാൾക്കാരോട് ജോണി ആൻ്റിയുടെ മകളാന്ന് പറയാത്ത താങ്കളെ അദ്ദേഹത്തെ ഇവർ കേട്ടിട്ടുണ്ടോ? അല്ല, അപ്പായ്ക്ക് ബേസിക്കലി ഞങ്ങൾ പുറത്തു പോയി അപ്പാടെ മക്കളാന്ന് പറയുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇപ്പൊ കോളേജിലോട്ട് ഞാൻ പോയ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞത് അപ്പൻ ഗൾഫിലല്ലോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞേ. അല്ല, അതുകൊണ്ടല്ല, അവർക്ക് അവരുടെ ഒരു പ്രൈവസി ഇപ്പം ഞാൻ കിട്ടിയില്ല. അല്ലാതെ എനിക്ക് എൻ്റെ സന്തോഷം നവത്തനം കോളേജിൽ സെലിബ്രേഷൻ ഞാൻ പോകേണ്ടി വന്നു. അപ്പോൾ ഇതാണോ ഗൾഫുകാരെന്ന് ചോദിക്കില്ലേ? ഇതാണോ ഗൾഫുകാരൻ? ഈ വീട്ടിലെ ഹാസ്യം എന്താണ്? എപ്പോഴും റോസ്റ്റിംഗ് അല്ലേ? ഇദ്ദേഹത്തിന് എപ്പോ തുടങ്ങും ഈ റോസ്റ്റിംഗ്? നിങ്ങൾ രണ്ടാളും കൂടി ഇടും? താങ്കൾ മാറി നിൽക്കുന്ന എനിക്കറിയാം, അതോ കൂട്ടിയിടും? പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഞങ്ങള് 3 പേരും കൂടെ ക്ലബ് ചെയ്തിട്ട് അമ്മയ്ക്കായിരിക്കും കിട്ടുന്നത്. അമ്മ മോസ്റ്റ്ലി എയറിലായിരിക്കും. എന്താന്നറിയത്തില്ല. പക്ഷെ പ്രതികരിക്കോ ഈ മിണ്ടാതിരിക്കുന്ന? ഈ ഇല്ല, ചിലപ്പോ മോളിൽ നിന്ന് ഇറങ്ങി താഴ്പോ. അല്ല, നമ്മൾ അവരുടെ അടുത്തുനിന്ന് അങ്ങ് മാറിക്കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതെ, എന്താ ചെയ്തോട്ടെ അല്ലേ? ഈ വൃത്തി പ്രശ്നമുണ്ടൊക്കെ, നല്ല വൃത്തിയായിട്ടിരിക്കേണ്ട വീട്
താങ്കളുടെ കണ്ണുണ്ടെന്ന് എനിക്കറിയാം. ഇദ്ദേഹം ഇവിടെ ഇല്ല. ഈ 2 മക്കളോട് ഇല്ലാത്തതാണ് വീടിന്റെ വൃത്തിയുടെ കാരണം. യുക്തി അമ്മയുടെ യുക്തിയിലെല്ലാം ചെയ്യണം, നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വൃത്തിയായിരിക്കും. ആ വെള്ള സോഫ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ഇത് ഭയങ്കര ധൈര്യമാണ് ഈ വെള്ള സോഫ. പണ്ട് എൻ്റെ ഉസ്മാമിനെ ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഉസ്മാമി തൊട്ട് മുമ്പ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫർണിച്ചറൊക്കെ ഉണ്ട്. പറഞ്ഞു നീ ആരെയും സൂക്ഷിക്കണ്ട, ഒരു വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുറേ സാധനങ്ങൾ വരും, സൂക്ഷിക്കണം. ഒറ്റ ഒരെണ്ണത്തിനെ. പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇതായിരുന്നു. ഇദ്ദേഹത്തിന്റെ നേരത്തെ ഇന്റർവ്യൂ ഇങ്ങനൊരു കഥ പറഞ്ഞു. ഈ വീട്ടിൽ ഒരു കഥ കേൾക്കാൻ, കഥ നറേറ്റ് ചെയ്യാൻ ഒരാൾ വന്നാൽ എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ബിഹേവിയർ? ഷൈനി കേൾക്കുന്നവര് പറയും, കഥ കേൾക്കാൻ വരും, കഥ ഇഷ്ടമായാൽ എന്ത് പറയും? ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറയും. വേറൊന്നിലും പറയില്ലേ? ഊണ് കഴിച്ചിട്ട് ഒന്ന് പറയോ? അതിപ്പോ അല്ലെങ്കിൽ ഞാൻ കഥ കേൾക്കാൻ വന്നില്ല, എന്നോട് ഊണ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് കാത്തിരിക്കുക ഞാൻ. അല്ല എന്നാലും ഞാൻ അകത്ത് കയറി വന്നിട്ട് പറയും ചോറിരിപ്പില്ലേ, അപ്പോൾ ഇവിടെ ചോദിക്കും കഥ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. നമ്മൾ കഥ ഇഷ്ടപ്പെട്ടു കൊള്ളാം എന്ന് പറയും. അപ്പോൾ ചിലർ വളരെ പിന്നെ വേറെ ചിലരുണ്ട് കഥ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 സ്ഥലങ്ങൾ പുറത്തു പോയി അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. ഞാനെനിക്കൊരു കഴിക്കുന്ന സമയത്ത് വന്നാൽ ആരായാലും അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊരാഗ്രഹം. ഇപ്പം നമ്മൾ കുട്ടേട്ടൻ്റെ കാര്യമല്ലേ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് വിജയരാജൻ. കുട്ടേട്ടനുള്ള ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവിടെ ഏത് സമയത്തും ഞാനെപ്പോഴും പറയും ഞങ്ങളുടെ തട്ടുകടയാണെന്ന് പറയും. കാരണം ഒന്നുമില്ല, ദോശമാവുണ്ടാവും, ചേച്ചിയുടെ സാമ്പാറുണ്ട്, സാമ്പാർ പിന്നെ പൊടിയുണ്ട്. അതും ഇപ്പം ഞാൻ ചെല്ലുന്ന ദിവസമാണെങ്കിൽ എന്നെ പേടിയാണ്. ഞാൻ കുട്ടേട്ടൻ പറഞ്ഞു അയ്യോ എന്ത് കൊടുത്താലും തൃപ്തി വരാത്തൊരു സാധനമാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇവളോട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പറയും ഇനി ആ ചേച്ചിയോട് വിളിച്ച് ചോദിക്കുക എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പം ഇവർക്ക് സാമ്പാർ അറിയില്ല. ആണോ? സാമ്പാർ അറിയില്ലേ? സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ എന്റെ രീതിയിൽ ഉണ്ടാക്കും. കഷ്ണം ചേച്ചി ഉണ്ടാക്കുന്ന രീതി എനിക്ക് കിട്ടുമോ? കഷ്ണം വെന്തു അല്ല. അപ്പം ഞാൻ പറയും നായന്മാരുടെ സാമ്പാർ എന്നാൽ നിങ്ങളുടെ ചിക്കൻ കറി ഞാൻ വരൂല. എനിക്ക് അതെ സത്യം. അപ്പയുടെ ഒരു സിനിമ നിങ്ങൾക്ക് സംവിധാനം ചെയ്തൊരു സിനിമ നിങ്ങൾക്ക് രണ്ടാമത് ഇപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ സിനിമ ആയിരിക്കും? റീ റിലീസ് ഒക്കെ ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അതേതാ? ഷേഡി മോഷൻ കൊച്ചി രാജാവ്. കറക്റ്റ്. പിള്ളേരൊരു ഐഡിയ തന്നിട്ടുണ്ട്, അത് ചെയ്താൽ നന്നായിരിക്കും. ദിലീപിനോട് പറഞ്ഞിട്ടുണ്ട്, ദിലീപ് ചെയ്യട്ടെ, പുള്ളിയല്ലേ നിർമ്മാതാവ്. അതെ. CID മ്യൂസിക് ഇനി സെക്കൻഡിന് ബാല്യമുണ്ടോ? സെക്കൻഡ് ചർച്ചകൾ നടക്കുന്നുണ്ട്. ബാല്യമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ഇതെല്ലാം ആയി വരണം. പിന്നെ അതേ രീതിയിൽ അതിലും നന്നായിട്ടെന്നുള്ളൊരു സാധനം വലിയ ബാലികേറാൻ അതാണ്. കാരണം ഒരിക്കലും മലയാളികൾ ലോകത്ത് ഫസ്റ്റ് പാർട്ടിനത്തിന് നന്നായ സെക്കൻഡ് പാർട്ടില്ല. ഉണ്ടോ? ഏത് ഒരിടത്ത് നോക്കിയോ അതായിരുന്നു നല്ലതെന്നേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു അപ്പോൾ നിങ്ങൾ ഇനി ഒരാള് എഞ്ചിനീയർ ആയിട്ട് വരട്ടെ, ഒരാള് മെഡിസിനൽ കെമിസ്ട്രി. കുട്ടി ഞാൻ UK വെച്ച് കാണാൻ തീർച്ചയായും. അതെ, അതാണ് ഇനി ബർത്ത്ഡേക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവിടെ മുമ്പിൽ പോയി നിൽക്കുക പറഞ്ഞാണ് ലണ്ടനിൽ. വളരെ എളുപ്പമാണല്ലോ, കുറച്ച് കാശല്ലേ ഉള്ളൂ. വളരെ എളുപ്പം. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഓരോ മാസം ആ കൂട്ടും പൊട്ടിക്കാൻ പെടുന്ന പാട്. അല്ല കുറച്ച് കാശേ ഉള്ളൂ. യോണിച്ചൻ പോയി വരുമ്പോ ഞാൻ ആ യാത്ര താമസം ഭക്ഷണം പക്ഷെ അപ്പൊ യാത്രയ്ക്ക് വന്ന് റെസ്റ്റ് എടുക്കാനായിട്ടാ, സ്ഥലങ്ങൾ കാണാനായിട്ടല്ല. ഞാൻ സിനിമ കാണിക്കുന്ന സ്ഥലങ്ങൾ എനിക്ക് താല്പര്യമുള്ളൂ. അല്ല സിനിമ നമ്മള് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ല, രാവിലെ സ്ഥലം കണ്ടു കളയാം. അതിപ്പോ ചെന്നിട്ട് ഷൂട്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ദുബായില് പോയിട്ട് ഞാൻ രാവിലെ എന്ന് വെച്ചാൽ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കും. അപ്പ എന്നുവെച്ച് അപ്പായിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് 2 മണിയാവും. അപ്പ വരത്ത് പോലും ഇല്ല ഞങ്ങളോട് പുറത്ത്. അപ്പാനെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഇതാക്കാനായിട്ടാണ് 2 മണി വരെ വെയിറ്റ് ചെയ്തത്. അമ്മ വരണ്ടേ? അമ്മേനെ കൊണ്ടുവന്ന മതി, അമ്മ അവിടെ നിൽക്കണം. അല്ല എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല ഷോപ്പ് ചെയ്യാൻ പോകാനും. ഞാൻ പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോയില്ലേ? അല്ല എന്നെ ആ കിലോ വണ്ടി തൂക്കട അതിനെ ചെന്നാൽ ഇഷ്ടപ്പെടുവോ? ഞാനൊക്കെ ചെന്നാൽ കയറിയ ഒരു ഷർട്ടായിരുന്നു ഇതെടുത്തു. അപ്പായിക്കത് മതി. ഞങ്ങളും മേടിക്കുന്ന ഡ്രസ് അപ്പായിക്കും കൂടി ഇഷ്ടപ്പെട്ട് നമുക്കൊരു കോഫി ചാറ്റിന് പോകാം. വീഡിയോ ഇവിടെ നിർത്തിക്കോ. ഊണ് കാലായി നമുക്ക് കഴിക്കാം. താങ്ക് യു. അതിന് മുമ്പ് താങ്ക്സ് പറയട്ടെ. ഷൈനി, ലുബ്ന, അന്ന, നിങ്ങൾ 3 പേരും എന്റെ ഇന്റർവ്യൂവിൽ വരാമെന്ന് പറഞ്ഞതും നിങ്ങൾക്ക് എനിക്കറിയാം ഞാൻ 21st പോകാമെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് റിയലി ബീൻ എ ലോട്ട് ടു മീ. എന്റെ ഇന്റർവ്യൂവിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റുന്നു. കാരണം നമ്മളെങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, മകള് ലണ്ടനിൽ പോവാ, അവൾ ഈസ്റ്ററിന് വരും. ഇത് എത്ര 2-3 കൊല്ലമായി ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. അനുരാഗം സിനിമയ്ക്ക് കണ്ടപ്പോൾ ചോദിച്ചോണ്ടിരിക്കുന്നത് ഞാൻ.
അപ്പോഴേക്കും കൊച്ചി എയർപോർട്ട് വരുന്നു, എന്നെ ഓർമ്മയുണ്ടോ പോയതാ. അപ്പൊ അത് ഇന്നാണ് ദിവസം. താങ്ക് അത് ഞാൻ വേറെ ആരും വന്നിട്ടുമില്ല ഇവിടെ. യു സോ മച്ച്.